നമസ്കാരം. ഇന്ന് നമ്മളൊരു ഉഗ്രൻ സൈക്കിൾ റേസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ടൂർ ഡി ഫ്രാൻസ്, ഫ്രാൻസിന്റെ മനോഹരമായ വഴികളിലൂടെയുള്ള ഈ ഇതിഹാസ യാത്രയുടെ കാര്യങ്ങൾ. അപ്പം നമുക്കൊന്ന് വിശദമായി നോക്കിയാലോ? തീർച്ചയായും. ഇതൊരു വെറും സൈക്കിൾ ഓട്ട മത്സരം എന്ന് മാത്രം കരുതരുത്. ശരിക്കും 1903 ഒരു പത്രമില്ലേ, എലോട്ടോ എന്നു പേരുള്ള, കേട്ടിട്ടുണ്ട്. അവരുടെ വിൽപ്പന കൂട്ടാൻ വേണ്ടി തുടങ്ങിയ ഒന്നാണിത്. പക്ഷേ ഇന്ന് നോക്കിയാൽ ഇത് ലോകം മുഴുവൻ ആരാധകരുള്ള ഒരു വലിയ സംഭവമാണ്. അതെ അതെ. ഏകദേശം എത്ര ദൂരം വരും ഇത്? ഏതാണ്ടൊരു 3500 കിലോമീറ്റർ, 21 സ്റ്റേജുകളിലായിട്ട് 3 ആഴ്ചയോളം നീണ്ടുനിൽക്കും. സൈക്കിൾ ഓടിക്കുന്നവരുടെ കായികക്ഷമത, സഹനശക്തി, ഇതിൻ്റെയൊക്കെ ഒരു അങ്ങേയറ്റത്തെ പരീക്ഷണം തന്നെയാണിത്. ഈ ടൂറിൽ പലതരം മത്സരങ്ങളുണ്ടല്ലോ അല്ലേ? അതിലേറ്റവും പ്രധാനം ഏതാണ്? നമ്മളെപ്പോഴും കാണുന്ന മഞ്ഞ ജേഴ്സി, അതാണോ? അതെ, അതുതന്നെ. അതാണ് ജനറൽ ക്ലാസിഫിക്കേഷൻ. എല്ലാ സ്റ്റേജിനും എടുത്ത സമയം ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ റേസ് പൂർത്തിയാക്കുന്ന ആൾ, അങ്ങേരാണ് വിജയി. അദ്ദേഹമാണ് ആ മഞ്ഞ ജേഴ്സി, യെല്ലോ ജേഴ്സി അണിയുന്നത്. ആ മഞ്ഞ നിറത്തിന് പിന്നില് വല്ല കഥയുമുണ്ടോ? ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലോട്ടോ എന്ന പത്രം. അവരുടെ പത്രത്തിന്റെ പേജുകൾ മഞ്ഞ നിറത്തിലായിരുന്നു. അതിൽ നിന്നാണ് ആ നിറം വന്നത്. 1919 യൂജീൻ ക്രിസ്റ്റോഫാണ് ഇതാദ്യമായിട്ട് ധരിച്ചത്. ഓഹോ, കൊള്ളാം. അപ്പം മറ്റ് ജേഴ്സികളോ? പച്ച നിറത്തിലും പിന്നെ വേറെ എന്തൊക്കെയോ കാണാറുണ്ടല്ലോ. നല്ല ചോദ്യമാണ്. പച്ച ജേഴ്സി അത് സ്പ്രിന്റർമാർക്കുള്ളതാണ്. അതായത് നല്ല വേഗതയുള്ള റൈഡർമാർ. പോയിന്റ്സ് ക്ലാസിഫിക്കേഷൻ എന്നാണ് അതിന് പറയുക. ഓരോ സ്റ്റേജ് ഫിനിഷ് ചെയ്യുമ്പോഴും പിന്നെ സ്റ്റേജിനിടയിൽ ചില പ്രത്യേക സ്ഥലങ്ങളിലും ആദ്യം എത്തുന്നവർക്ക് പോയിന്റ് കിട്ടും. അങ്ങനെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ആൾക്കാണ് ഈ പച്ച ജേഴ്സി. പീറ്റർ സാഗൻ എന്ന റൈഡർ ഇത് 7 തവണ നേടിയിട്ടുണ്ട്. അതൊരു റെക്കോർഡാണ്. ഓക്കെ. അപ്പോ ഈ ഭയങ്കര മലയൊക്കെ കേറുന്നവർക്കോ? അവർക്കുണ്ടോ ഇതുപോലെ എന്തെങ്കിലും? അവർക്കാണ് അടുത്ത പ്രധാന ജേഴ്സി. ആ ചുവന്ന പുള്ളികളുള്ള വെള്ള ജേഴ്സി കണ്ടിട്ടില്ലേ? ഉണ്ട്. അതാണ് മൗണ്ടൻസ് ക്ലാസിഫിക്കേഷൻ. മലകയറ്റത്തിൽ മിടുക്കരായവർക്കുള്ളതാണ്. കയറ്റങ്ങളെ പലതായി തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 4 മുതൽ ഹോഴ്സ് കാറ്റഗറി വരെ. ഹോഴ്സ് കാറ്റഗറിയോ? അതെന്താ? ഹോഴ്സ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ, അതായത് വിഭാഗങ്ങൾക്കതീതമായത് എന്ന്. ഏറ്റവും കഠിനമായ കയറ്റങ്ങൾ. ഈ ഓരോ കയറ്റത്തിന്റെ മുകളിൽ ആദ്യമെത്തുന്നവർക്ക് പോയിന്റ് കിട്ടും. കൂടുതൽ പോയിന്റ് കിട്ടുന്നയാൾ ആ പുള്ളി ജേഴ്സി അണിയും. റിച്ചാർഡ് വിരങ് എന്നയാൾ, അദ്ദേഹവും ഇത് 7 തവണ നേടിയിട്ടുണ്ട്. കൊള്ളാം. അപ്പോ യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ? തീർച്ചയായും. 26 വയസ്സിൽ താഴെയുള്ള റൈഡർമാരിൽ ഈ ജനറൽ ക്ലാസിഫിക്കേഷനിൽ, അതായത് മൊത്തം സമയത്തിൽ ഏറ്റവും മുന്നിലുള്ളയാൾക്ക് ഒരു പ്രത്യേക അംഗീകാരമുണ്ട്. അതാണ് യുവ റൈഡർ ക്ലാസിഫിക്കേഷൻ. അവർക്ക് കിട്ടുന്നത് വെള്ള ജേഴ്സിയാണ്. ഓക്കെ, വെള്ള ജേഴ്സി. ഓരോ സ്റ്റേജും ഓരോ സ്വഭാവമായിരിക്കും അല്ലേ? ചിലപ്പോൾ ഒറ്റയ്ക്ക് ഓടുന്നത് കാണാം, ചിലപ്പോൾ ടീമായിട്ടും. അതെ, കൂടുതലും മാസ് സ്റ്റാർട്ടാണ്. എല്ലാവരും ഒരുമിച്ച് തുടങ്ങും. പക്ഷേ ഇൻഡിവിജ്വൽ ടൈം ട്രയലുണ്ട്. ഓരോരുത്തരും ഒറ്റയ്ക്ക് സമയത്തോട് മത്സരിക്കും. പിന്നെ ചിലപ്പോൾ ടീം ടൈം ട്രയലും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ മത്സരഫലത്തെ ശരിക്കും സ്വാധീനിക്കുമല്ലേ? തീർച്ചയായും. ടൈം ട്രയലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ ആൽപ്സിലെയും പിരണീസിലെയും മലകയറ്റങ്ങൾ, ആൽപ് ദ ഹ്യൂവേസ്, കോൾ ഡെ ടൂർമല എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലെ കയറ്റങ്ങൾ, അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് വഴിയരികിലുണ്ടാവുക. സാധാരണയായിട്ട് റേസ് അവസാനിക്കുന്നത് പാരീസിലല്ലേ? ആ ഷാംസ് എലിസയിൽ. അതെ, 1975 മുതൽ അതൊരു പതിവാണ്. ആ അവസാന സ്റ്റേജ് മിക്കവാറും ഒരു ആഘോഷം പോലെയാണ്. അവിടെ വലിയ മാറ്റങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഒരു വ്യത്യാസമുണ്ടായി. 2024 പാരീസിൽ ഒളിമ്പിക്സ് നടന്നതുകൊണ്ട് ഫിനിഷ് നീസ് എന്ന സ്ഥലത്തായിരുന്നു. ടൂറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാരീസിന് പുറത്ത് അവസാനിച്ചത്. ഇത് വെറുമൊരു സൈക്കിൾ ഓട്ട മത്സരമല്ല. 3 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ 3 സൈക്കിൾ റേസുകളുണ്ട്. ആ ഗ്രാൻഡ് ടൂറുകൾ. അതിലേറ്റവും പ്രശസ്തവും പിന്നെ ഏറ്റവും പഴക്കമുള്ളതുമാണ് ഈ ടൂർ ഡി ഫ്രാൻസ്. അതെ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ വർഷം ആരെല്ലാമാണ് പ്രധാന റൈഡർമാർ, പ്രത്യേകിച്ച് ആ മുൻനിരയിലുള്ള 4 പേരാരൊക്കെയാണ്, പിന്നെ ഈ ടൂറിന്റെ ഘടന, ആ 21 ഘട്ടങ്ങൾ, അതെങ്ങനെയാണ് എന്നൊക്കെ. ഏകദേശം 3500 കിലോമീറ്റർ ദൂരമുണ്ടല്ലോ ഇതിന്. ഏതാണ്ട് അത്ര വരും. 21 സ്റ്റേജുകളിലായിട്ട് 23-24 ദിവസമെടുക്കും ഇത് തീരാൻ. അപ്പോൾ ഇത്തവണത്തെ പ്രധാനികൾ ആരൊക്കെയാണ്? കഴിഞ്ഞ വർഷങ്ങളിലെ പ്രകടനമൊക്കെ വെച്ച് ആരുടെയൊക്കെ പേരുകളാണ് മുന്നോട്ട് വരുന്നത്? നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും ടഡേജ് പൊഗാച്ചർ,
പോഗാച്ചർ. ഏറ്റവും എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ഓർക്കണം. ഒരേ വർഷം 2 ഗ്രാൻഡ് ടൂറിനു വേണ്ടി ശാരീരികമായും മാനസികമായും തയ്യാറെടുക്കുകയെന്നത്. ശരിയാണ്. ഇന്നത്തെ കാലത്ത് അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ. അപ്പോൾ പോഗാച്ചർ ഒരു പ്രധാനി. അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളി ആരായിരിക്കും? യോനാസ് വിൻഗഗാർഡ്, കഴിഞ്ഞ 2 തവണത്തെ ടൂർ ജേതാവ്. വിംഗഗാർഡ്. പൊതുവെ പോഗാച്ചറുടെ പ്രധാന എതിരാളിയായി കണക്കാക്കുന്നത് വിംഗഗാർഡിനെയാണ്. പിന്നെ ബെൽജിയത്തിന്റെ റെംകോ ഈവനെപ്പോൾ. 2024 ടൂറിൽ ആദ്യമായിട്ടായിരുന്നു അല്ലേ? അതെ, ആദ്യ പങ്കാളിത്തത്തിൽ തന്നെ 3ാം സ്ഥാനത്തെത്തി. അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഈ 3 പേർ തമ്മിലുള്ള മത്സരം എന്തായാലും ശ്രദ്ധേയമാവും. ശരി. ഈ 3 പേരെ കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന റൈഡർമാരുണ്ടോ? ഒരുപക്ഷെ സ്റ്റേജ് വിജയങ്ങൾ നേടാൻ സാധ്യതയുള്ളവർ, അല്ലെങ്കിൽ? ഉറപ്പായുമുണ്ട്. പ്രിമോസ് റോഗ്ലിച്ച്. അദ്ദേഹം മറ്റൊരു ശക്തനായ മത്സരാർത്ഥിയാണ്. മുൻപ് ഗ്രാൻഡ് ടൂർ ഒക്കെ വിജയിച്ചിട്ടുള്ള ആളാണ് റോഗ്ലിച്ച്. പിന്നെ ആരാധകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള വൂട്ട് വാനാട്ട്, മാത്യു വാൻഡർപോൾ എന്നിവരുണ്ട്. വാനാട്ടും വാൻഡർപോളും. അതെ, ഇവര് ചിലപ്പോൾ ഒറ്റപ്പെട്ട സ്റ്റേജ് വിജയങ്ങൾക്കായിരിക്കാം കൂടുതൽ നോക്കുക. അല്ലെങ്കിൽ അവരുടെ ടീമിലെ പ്രധാനിയെ, ആ GC ലീഡറെ സഹായിക്കുക എന്ന റോളിലാവും ചിലപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക. മനസ്സിലായി. എന്തായാലും ഇവരുടെയൊക്കെ സാന്നിധ്യം മത്സരത്തിന് നല്ല ആവേശം കൂട്ടും. ഈ മുൻനിര റൈഡർമാരെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അവർ മത്സരിക്കുന്ന ഈ 21 ഘട്ടങ്ങൾ, അതൊരു വലിയ വെല്ലുവിളി തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാ ദിവസവും ഒരുപോലെയുള്ള ഓട്ടമല്ലല്ലോ അല്ലേ? എന്തൊക്കെ തരം സ്റ്റേജുകളാണ് ഈ 21 ദിവസങ്ങളിൽ സാധാരണയുണ്ടാവുക? അല്ലല്ല, ഒരേപോലെയല്ല. ഓരോ ദിവസത്തെ സ്റ്റേജിനും അതിൻ്റെതായൊരു സ്വഭാവമുണ്ട്. ഈ 21 സ്റ്റേജുകളെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ഓക്കെ. കൂടുതലും മാസ് സ്റ്റാർട്ട് സ്റ്റേജുകളാണ്. എന്നുവെച്ചാൽ എല്ലാ റൈഡർമാരും ഒരുമിച്ച് തുടങ്ങുന്ന സ്റ്റേജുകൾ. ഇതിൽ തന്നെ ഫ്ലാറ്റ് സ്റ്റേജുകളുണ്ട് പൊതുവെ. താരതമ്യേന നിരപ്പായ റോഡുകളിലൂടെയുള്ള ഓട്ടം. അപ്പോൾ അത് സ്പ്രിന്റർമാർക്ക് വേണ്ടിയുള്ളതായിരിക്കും? അതെ അതെ, സാധാരണയായി സ്പ്രിന്റർമാർക്കുള്ളതാണ്. ഫിനിഷിംഗ് ലൈനിനോടടുക്കുമ്പോൾ പെട്ടെന്ന് അതിവേഗത്തിൽ ഓടിക്കാൻ കഴിവുള്ളവർ, അവർക്കാണ് ഈ ഫ്ലാറ്റ് സ്റ്റേജുകളിൽ വിജയസാധ്യത കൂടുതൽ. ഓഹോ, അപ്പോൾ ചില ദിവസങ്ങൾ ശരിക്കും വേഗതയുടെ കളിയാണ്. പിന്നെ മലകളോ? ടൂർന്ന് കേൾക്കുമ്പോൾ മലകളാണല്ലോ ഓർമ്മ വരുന്നത്. തീർച്ചയായും, അതാണ് അടുത്തത്. കുന്നുകൾ നിറഞ്ഞ ഹില്ലി സ്റ്റേജുകളുണ്ട്. പിന്നെ ഏറ്റവും കഠിനമായ പർവ്വത സ്റ്റേജുകൾ, മൗണ്ടൻ സ്റ്റേജസ്. അതെ, ആൽപ്സ്, പിരിനീസ് പോലുള്ള വലിയ മലനിരകളിലൂടെയുള്ള ഈ ഘട്ടങ്ങളാണ് പലപ്പോഴും ടൂറിന്റെ വിജയിയെ തീരുമാനിക്കുന്നത്. ഇവിടെ ക്ലൈംബിങ്ങിൽ മികവുള്ള റൈഡർമാർക്ക് തിളങ്ങാൻ പറ്റിയ അവസരമാണ്. ഈ ആൽപ് ഡു ഹ്യൂസ്, മോണ്ട് വെന്തു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതെ, ആൽപ് ഡു ഹ്യൂസ്, മോണ്ട് വെന്തു, കോൾഡ് ടൂർമലെ, ഇതൊക്കെ ടൂറിന്റെ ചരിത്രത്തിന്റെ ഭാഗമായ ഐതിഹാസികമായ മലകയറ്റങ്ങളാണ്. ഇത് കൂടാതെ വേറെ തരം സ്റ്റേജുകളും ഉണ്ടാവുമോ ഈ മാസ്റ്റാർട്ടല്ലാതെ? ഉണ്ടാവും. ടൈം ട്രയൽസ്. ടൈം ട്രയൽസ്. ഇതിൽ വ്യക്തിഗത ടൈം ട്രയൽ, ITT എന്ന് പറയും. അതാണ് സാധാരണ കാണാറ്. ഓരോ റൈഡറും ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും. നിശ്ചിത ദൂരം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ ഓടിയെത്താൻ നോക്കും. അപ്പോൾ അവിടെ മറ്റുള്ളവരുടെ സഹായം കിട്ടില്ല മത്സരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഓൾറൗണ്ട് പരീക്ഷണം തന്നെയാണല്ലേ ഈ ടൂർ ഡി ഫ്രാൻസ്? സ്പ്രിന്റ് ചെയ്യാനും മല കയറാനും ഒറ്റയ്ക്ക് സമയത്തിനെതിരെ പിടിച്ചു നിൽക്കാനും കഴിവുണ്ടാവണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ടൂർ ഡി ഫ്രാൻസിലെ പ്രധാന റൈഡർമാരെക്കുറിച്ച് സംസാരിച്ചു. പോഗാച്ചർ, വിംഗഗാർഡ്, ഈവനെപോൾ, റോഗ്ലിച്ച്, അങ്ങനെ കുറച്ചുപേരെ പറ്റി. പിന്നെ മത്സരത്തിന്റെ ഘടനയായ 21 വ്യത്യസ്ത സ്റ്റേജുകളെക്കുറിച്ചും. ഫ്ലാറ്റ് സ്റ്റേജ്, ഹില്ലി സ്റ്റേജ്, മൗണ്ടൻ സ്റ്റേജ്, ടൈം ട്രയൽ, അങ്ങനെ പലതരം. ഒരു കാര്യം കൂടി ഓർക്കുന്നത് നല്ലതാണ്. ഓരോ വർഷവും ടൂറിന്റെ റൂട്ട് മാറിക്കൊണ്ടിരിക്കും. അത് ശരിയാണല്ലോ. ഫ്രാൻസിന്റെ ഏത് ഭാഗങ്ങളിലൂടെയാണ് ഓട്ടം പോകുന്നത്, ഏതൊക്കെ മലകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതൊക്കെ ഓരോ വർഷവും മാറും. ചിലപ്പോൾ അയൽരാജ്യങ്ങളിലൂടെയും കടന്നുപോകാറുണ്ട്. ഇത് ഓരോ വർഷത്തെയും മത്സരത്തെ ശരിക്കും വ്യത്യസ്തമാക്കും. അതെ. അതുകൊണ്ട് ഈ വർഷത്തെ പ്രത്യേക റൂട്ട് ഏതൊക്കെ റൈഡർമാർക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നതെപ്പോഴും ഒരു പ്രധാന ചോദ്യമാണ്. അത് കണ്ടറിയണം. ശരിയാണ്. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ടൂർ ഡി ഫ്രാൻസ് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഓരോ സ്റ്റേജും കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് ഒരുപക്ഷെ കാഴ്ചയെ കൂടുതൽ ആഴത്തിലുള്ളതാക്കും. നന്ദി.